ആ ടിവിയുടെ അടുത്ത് മെഴുകുതിരിയുണ്ടോ? ഒരെണ്ണം കത്തിച്ചിട്ട് വന്നേ. അച്ഛന് ഞാനെന്തായാലും കുടിക്കാനെടുക്കട്ടെ? എന്താ ആവശ്യമുണ്ടല്ലോ ചോദിച്ചോ. എനിക്കൊരു ലാപ്ടോപ്പ് വേണം. ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. എന്തിന്? എൻ്റെ ഓഫീസിലെ GSTയുടെ ഫയലിങ്സിന് ഇഷ്ടംപോലെ ഫയൽസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫയൽസ് എടുത്ത് വീട്ടിൽ വെച്ച് ചെയ്തോളാം സാറ് പറഞ്ഞു. ഉടനെ വേണ്ടാണ്. ആ അച്ഛൻ മേടിക്കണ്ട, അച്ഛൻ ഇൻസ്റ്റാൾമെന്റിന് എടുത്തോ, ഞാൻ EMI അടിച്ചോളാം. മിടുക്കി, നല്ല കുട്ടികളായി ഇങ്ങനെ വേണം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കണം, അല്ലാതെ അവരുടെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കും. പ്രത്യേകിച്ച് റിട്ടയർഡ് ചെയ്തിരിക്കുന്ന അച്ഛനെ പോലുള്ളവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കും. ഞാൻ നോക്കാം. വേണ്ട, അച്ഛൻ വേണ്ട. ആരാ? ഞാൻ ജയരാജൻ, രാമേന്ദ്ര സാറ്. അതെ, നമസ്കാരം. നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ലാൽജി പറഞ്ഞിട്ട് വന്നതാ. ഓ, ജയരാജൻ. അതെ സാർ. വാ വാ, കയറോ. വാ. കറണ്ട് ഇപ്പം അങ്ങ് പോയി. രാത്രി വന്ന ബുദ്ധിമുട്ടായോ സാർ? ഒരു ബുദ്ധിമുട്ടില്ല, ഇരിക്കും. ആ, കറണ്ട് വന്നല്ല. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ. ഞാൻ ജയരാജൻ്റെ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒക്കെ തനിക്ക് എതിരാണല്ലോ. പക്ഷെ വക്കീൽ പറയുന്നു താൻ നിരപരാധിയാണ്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ എന്നോടൊന്ന് പറയാൻ പറ്റുമോ? വെറുതെ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയാം. സാറേ, ഒരു കുറ്റവും ചെയ്യാതെ 10 ദിവസം ജയിലിൽ കിടന്നവനാ ഞാൻ. ഇനി എന്തിനാ സാറേ ഞാൻ കള്ളം പറയണേ? മോളെ, സാറേ, ഞാൻ താമസിക്കുന്നത് നെടുമക്കാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ഉള്ളിലുള്ള ചെങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു മലയോര ഗ്രാമമാണ്. അവിടെ കൂടുതലും സാധാരണക്കാരാ. എൻ്റെ വീട്ടിൽ നിന്ന് 2 വീട് അപ്പുറത്താണ് കൊല്ലപ്പെട്ട ഊർമിള ദേവിയുടെ വീട്. അവർ വേറെ എവിടുന്ന് വന്ന് അവിടെ താമസിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-15 വർഷമായി കാണും. നാട്ടുകാർക്കും അവിടുത്തെ കുറച്ച് കച്ചവടക്കാർക്കും പലിശയ്ക്ക് പണം കൊടുത്താൽ അവർ ജീവിച്ചിരുന്നത്. കാണാൻ നല്ല സുന്ദരിയാ സാറേ അവരെ. അവരോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞത് സത്യമാണ് സാർ. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്. രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. നിനക്കിതിപ്പോ എന്തിന്റെ കേടാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതേ. ആ പലിശക്കാരി എന്തിനവിളില്ലേ, അവളുടെ പുറകെ മണപ്പിച്ചടക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കില്ലാത്ത എന്താണ് അവൾക്കുള്ളത്? അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് പ്രാന്തുണ്ടോ? എന്നെ ഭ്രാന്തിയാക്കി പിന്നെ എളുപ്പമായല്ലോ. രണ്ടിടത്തിനും കൂടി ഒരുമിച്ചൊക്കെ പൊറുക്ക. അവിടെ നിൽക്കും മനുഷ്യ. എന്ത് ചോദിച്ചാലും മിണ്ടാതൊക്കെ പോയാൽ മതിയല്ലോ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട്. അങ്ങേർക്ക് വല്ല മൂക്കലുണ്ടോ നോക്ക്. ചെല്ല്, ഓടിച്ചെല്ല്. അവളോടെ കാത്തിരിക്കായിരിക്കും. ഓ, ഈ ദുഷ്ടന്റെ ഇവിടെ വന്നേ പിന്നെ എന്റെ ജീവിതം നശിച്ചു. ഞാൻ ആ മെമ്പറെ ഒന്ന് കാണാൻ പോവാ. ഈ പഞ്ചായത്ത് വഴി പശുവിനെ കൊടുക്കണമെന്നാ. അപ്പൊ അതിന്റെ പേര് ഇറക്കാൻ വേണ്ടിയാ. നീ കൂട്ടുകാരനെ കാണാൻ പോവാ. മെമ്പറെ, എന്റെ വീട് പണിയുടെ കാര്യം നമുക്ക് കമ്മിറ്റിയിൽ വെച്ചിട്ട് തീരുമാനമാക്കാം. എന്താ ചേരാൻ വഴിക്ക്? ഓ, ജോർജിനെ ഇവിടെ നാക്കാന്ന് വെച്ചു. നിങ്ങൾ കയറുന്നില്ലേ? ഓ ഇല്ല, പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. ഒരാളെ മീറ്റ് ചെയ്യണം. ശരിയാ.
സഖിയേ പൊട്ടൊന്നുമില്ലടാ. എങ്ങോട്ടാ കയറണ രാവിലെ ദൂരയാത്രക്കുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ആറ്റിങ്കൽ വരെ ഒന്ന് പോണം. എന്ത്? നമ്മളൊരു ശിഷ്യം വന്നിട്ടുണ്ട്. എവിടുന്ന്? ദുബായിന്ന്. അത് ശരി. അവന് ഗുരുപൂജ ചെയ്യണോ അത്രേ. അവൻ കൊള്ളാം. പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. അണ്ണാ രഹസ്യ ആയുധപ്പെട്ടി കൂടെ എടുക്കാൻ മറക്കല്ലേ നമ്മളിവിടെയൊക്കെ തന്നെ കാണും. ആ നല്ല മിച്ചം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. വാ അത് മറക്കാതിരുന്നാ മതി. അവന്മാർ ഇവിടെ തന്നെ കാണുവാണ്. അല്ല ഇവിടെ കാര്യേ ഒരുങ്ങി സുന്ദരിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ടോറും ഒരിടത്താണോ യാത്ര? ഒന്നും മിണ്ടായിരടേ, അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനം ഇല്ല. ഈ നാട്ടിൽ അല്പം അടുപ്പുള്ള അണ്ണന്റെ അടുത്തല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പറിച്ചത്. നീ ഒന്ന് പതുക്കെ പറ, ഒന്ന് ജീവിച്ചു പോട്ടടേ. ഇതാ വന്ന് ബസ്. അണ്ണാ അണ്ണ മറ്റേ സാധനം മറക്കല്ലേ, ഞാൻ ഇവിടെ തന്നെ കാണും. നോക്കിട്ടടാ. ഇന്ന് നേരത്തെ വണ്ടി ഒതുക്കാം. എഴുതിച്ച് വല്ല പണിക്ക് പോണേ. പിന്നെ എപ്പോഴാ താൻ തിരിച്ചു വന്നേ? ഏകദേശം 9 മണിയോടെ ഗിരീഷ് എന്നെ കാറി കൊണ്ടുവന്ന് ക്ലബിൽ വിടുകയായിരുന്നു. ഓ, ഒരു കോയും കുഴിയിലിടാൻ അറിഞ്ഞൂടാ. ഇന്നാട്ടാ പെണ്ണുകെട്ടാൻ നടക്കും. ഈയിടെയായിട്ട് ആടി അങ്ങോട്ട് ശരിയാ. അടി റെട്ടടി. നിന്റെ പെണ്ണുമ്പോൾ ഓടിച്ചു ഓടിയല്ലോടാ. സഖി, ആ അണ്ണാ ഇത്ര നേരത്തെത്തിയാ? ഓ അത് ശരി. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ശിഷ്യൻ. ആ മറ്റേ ആറ്റിങ്ങൽ. ഓ ആറ്റിങ്ങൽ. നമസ്കാരം. നമസ്കാരം. ഹായ് ബ്രോ. താ, 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 താ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരെ. ആ, സ്വയംപൻ സാധനം. എന്റെ പൊന്നെ പറഞ്ഞ വാക്കാ. ചോദിച്ചു വേണം തറയിട്ട് പൊട്ടിക്കല്ലേ. ഇല്ലെണ്ണ 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 അല്ല ലീവ് കഴിഞ്ഞപ്പോ ആ കുഴപ്പമില്ല പതുക്കെ ദാ, ആ പോയാ. കവറ് പൊട്ടല്ലേ. അയ്യോ ധർമ്മണം കടടിച്ചു ടച്ചിൻസിനല്ലോ. ടച്ചിങ്സ് ഇതാ. അണ്ണൻ ഫുൾ സെറ്റപ്പ് ആണല്ലോ. ഇത് കണ്ടാ. അതും ഗൾഫ്. ആ അവിടെ ഒട്ടിക്കടേ ഉഷാറാക്കി ഉഷാറാക്കി. സമയം ഞാൻ അങ്ങോട്ട് ആ, ഓക്കേ. ശരി ബ്രോ ഓക്കെ ഇടയ്ക്ക് ഇറങ്ങി. ഞാൻ വിളിക്കാവേ. ഒഴിക്കാൻ വിട്ടു. രണ്ടെണ്ണം. രണ്ടെണ്ണം ഒഴിക്കണം. ഇവിടെ ഫുൾ വെള്ളം ചേർക്കില്ലേ ഇത്? ഇടയ്ക്കിലാണ് വാ. ആ അവർക്ക് നല്ലതായിട്ട് ശീലമില്ല. അതാ. ഇതാടാ. നിങ്ങളെ പെണ്ണുമ്പിളക്ക് എന്തിന്റെ കുഴപ്പം? എന്തരാ? ചേട്ടാ അടി എന്ത് പറയാനാണ്? എന്തുപറ്റി? ആ ഊർമിളയുടെ വീട്ടിൽ പോയി നിങ്ങളെ പേരും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ആര്? നിങ്ങളെ പെണ്ണുമ്പിള്ള അവരും എന്തൊക്കെയാ തിരിച്ചു പറഞ്ഞു. നാട്ടുകാരെല്ലാരും പറഞ്ഞു വളരെ മോശമായി പോയി. ശോ, ഇവളെ കാര്യം ഇവളെ കൂടി ഞാൻ തോറ്റടേ. അതെ ഞാൻ ഇറങ്ങാ. ആ ഞാൻ ഹെൽമെറ്റ് എടുത്തരാം. ഈ പേരും പറഞ്ഞ് വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കല്ലേ. എടേ ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം? നോക്കടാ. ഓ വളരെ. എന്താണ് രാത്രിയില്? ഊർമിളെ, നീ എന്നോട് ക്ഷമിക്കണം. അവൾ ഇന്ന് എന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒന്ന് ബഹളം വെച്ചത് ഞാൻ അറിഞ്ഞു. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഇതിന്റെ പേരിൽ നീ എന്നോട് പിണങ്ങരുത്. നമുക്ക് നാളെ സംസാരിക്കാം. അണ്ണൻ ചെല്ല്. അയ്യോ അയ്യോ, നിനക്ക് എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ. അണ്ണൻ ചെല്ല്. ആ, നിനക്ക് എന്നോട് പിണക്കല്ലെങ്കിൽ ദാ ഇതങ്ങ് മേടിക്ക. ആ, ഇനി ഇതിന്റെ പേരിലാവും നാളെ നിങ്ങളുടെ ഭാര്യ എന്നെ തെറി വിളിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട്. അവൾക്കുള്ള ഞാൻ വച്ചിട്ടുണ്ട്. നീ ഇതങ്ങ് മേടിക്ക പ്ലീസ്. അണ്ണൻ പോ അണ്ണ. എന്നാ അണ്ണൻ ഇറങ്ങിക്കോ.